പരദേശവാസികളെ സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ചെറിയ ചിന്ത വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ചിന്തിച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കടന്നു പോകുവാനിടയാകട്ടെ. 2 വേദഭാഗങ്ങൾ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യവും, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യവും വായിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ആമേൻ. അടുത്ത വാക്യം വെളിപ്പാട്. ഞാൻ ധനവാൻ സമ്പന്നനായിരുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും ദൃഢനും ശക്തനുമെന്ന് അറിഞ്ഞിരിക്കുക. നീ സമ്പന്നനാകേണ്ടത് ഈ രൂഢിക്കഴിച്ച പൊന്നും. ഹല്ലേലൂയ. ആദ്യം വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ചിന്ത ഒരല്പസമയത്തേക്ക് തിരിക്കാം. ലോകത്ത് ദരിദ്രനാരായണന്മാർ ഭാഗ്യവാന്മാർ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ലഭ്യമാകുന്ന സ്വർഗരാജ്യം അവർക്കുള്ളത് ആകുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ദരിദ്രാവസ്ഥയിലുള്ളത്? നമുക്കറിയാം, ആത്മാവിലെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുവാനിടയായി തീർന്നത്. അപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ എല്ലായ്പ്പോഴും ആവശ്യബോധമുള്ളവരായിരിക്കും. ദാരിദ്ര്യമുള്ള ഒരാളിന് നമ്മൾ പണം കൊടുത്താൽ അത് വേണ്ട എന്നയാൾ ഒരിക്കലും പറയത്തില്ല. ദാരിദ്ര്യമുള്ള ഒരാളിന് നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ എനിക്ക് വേണ്ട എന്നയാൾ ഒരു കാരണവശാലും പറയുകയില്ല. എല്ലായ്പ്പോഴും എന്തെങ്കിലും ലഭിക്കണമെന്നുള്ള ആഴമായ ആഗ്രഹമുള്ള വ്യക്തിയാണ് ദാരിദ്ര്യമുള്ള ആള്. നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് പറഞ്ഞത്, ഞാൻ രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ടതുപോലെ, ഞാൻ ധനവാനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്ക് വേണ്ടുന്നതെല്ലാം ആവശ്യത്തിലധികമുണ്ട് എന്ന് നമ്മൾ പറയുന്നവരാകുവാനല്ല, മറിച്ച് കർത്താവേ, ഞാൻ നിന്നെ അറിയേണ്ടതുപോലെ ഇന്നയോളം അറിഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതുപോലെ ഇന്നയോളം മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടതിന്റെ 1000-ൽ 1 അംശം പോലും ഞാൻ ചെയ്തില്ല. നിന്നെ ഇനിയും എനിക്ക് കൂടുതലായി ആവശ്യമുണ്ട്. നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ നന്മകൾ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ കൃപകൾ ഇനിയും എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് ലഭ്യമായതൊന്നും പോരാ, ഇതിനുപരിയായി എനിക്ക് ഇനിയും ലഭ്യമാകണം കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നവരെയാണ് കർത്താവ് വാസ്തവമായി അനുഗ്രഹിക്കുന്നത്. നമ്മൾ പെന്തക്കോസ്തുകാരെല്ലാം ഇപ്പോഴും സ്വയനീതീകരണം ഉള്ളവരാണ്. കത്തോലിക്കരേക്കാൾ നമ്മൾ നല്ലവരാണ്, യാക്കോബായക്കാരേക്കാൾ നമ്മൾ നല്ലവരാണ്, മർത്തോമാക്കാരേക്കാൾ നമ്മൾ നല്ലവരാണ്, CSIക്കാരേക്കാൾ നമ്മൾ നല്ലവരാണ്, സാൽവേഷൻ ആർമിക്കാരേക്കാൾ നമ്മൾ നല്ലവരാണ്, ലോകത്തിലുള്ള എല്ലാ ആളുകളെക്കാളും നമ്മൾ നല്ലവരാണ് എന്നെല്ലായ്പ്പോഴും നമുക്കൊരു അഹംഭാവ ഭാവമുണ്ട്. ആ ഭാവമുള്ളവർക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ സാധ്യമല്ല. എപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നോ, ഒന്ന് വായിച്ചേ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. നോക്കൂ, 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലേക്ക് പോയ കാര്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്തിനാ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ? അബ്രഹാം പാപം ചെയ്ത കാര്യം എന്തിനാ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ദാവീദ് പാപം ചെയ്ത കാര്യം എന്തിനാ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്?
വേദപുസ്തകം നല്ല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചനമല്ലേ? പിന്നെ എന്തുകൊണ്ട് വീണുപോയ മനുഷ്യരുടെ ചരിത്രം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു? ഞാനും നിങ്ങളും ആത്മീകമായി പരിപോഷിപ്പിക്കപ്പെട്ടവരായി പോകണമെങ്കിൽ ദൈവവചനം ഉള്ളതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ വീണവന്റെ കാര്യം അറിയണം, വീഴാത്തവന്റെ കാര്യം അറിയണം. വീഴാത്തവനായി ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരുവൻ ചുങ്കക്കാരൻ, അവൻ മഹാപാപിയാണ്. വേറൊരുത്തൻ പരീശൻ. പരീശൻ ആരാണെന്ന് നമുക്കറിയാം. കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്ന, ആ തിരുവെഴുത്ത് അതുപോലെ തന്നെ അനുഷ്ഠിക്കണമെന്ന് പ്രസംഗിക്കുകയും അത് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവരാണ് ആര്? പരീശന്മാർ. പക്ഷെ അവരെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞു, അവര് പറയുന്നത് പോലെ അവർ ചെയ്യുന്നത് പോലെ ഒരിക്കലും ചെയ്യരുത്. അവര് പറയുന്ന കാര്യങ്ങൾ നല്ലതാണ്, അത് ചെയ്തോളാനാ നമ്മുടെ കർത്താവ് പറഞ്ഞത്. ഈ പരീശൻ ദേവാലയത്തിൽ പോയി നിന്നിട്ട് പോലും അവന് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ ഒരു മനസ്സില്ല. അവിടെ പോയി നിന്നിട്ട് അടുത്ത് നിൽക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചേച്ച് അവൻ പറയുക, ഈ ലോകരെ മുഴുവൻ കളിപ്പിക്കുകയും പിടിച്ചു പറിക്കുകയും ചെയ്യുന്ന ഈ പാപിയെ പോലെ അല്ല ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നവനാണ്. ഞാൻ നേടുന്നതിലെല്ലാം പതാരം കൊടുക്കുന്നവനാണ്. ഞാൻ ഭംഗിയായി ജീവിക്കുന്നവനാണ്. ഇവൻ ദൈവത്തിന്റെ മുമ്പിൽ കുറ്റസമ്മതത്തിന് വേണ്ടി വന്നതല്ല, അവൻ നീതീകരിക്കപ്പെട്ടവനാണെന്ന് അവൻ ദൈവത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് പോക്കാൻ ഞാൻ ചോദിക്കട്ടെ, നീ കുറ്റബോധമുള്ള മനസ്സോട് കൂടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നുവോ? ദൈവത്തോട് വിളിച്ചു പറയുകയാണോ, എന്നേക്കാൾ നീതിമാനായിട്ട് ആരുമില്ല, എന്റെ അടുത്തിരിക്കുന്നവനേക്കാൾ ഞാൻ നീതിമാനാണ്, എന്റെ കൂടെ ആരാധിക്കുന്നവനേക്കാൾ ഞാൻ നീതിമാനാണ്, എനിക്കിനി ഒന്നിന്റെയും ആവശ്യമില്ല, ഞാൻ തികഞ്ഞവനാണ് എന്ന് നീ വിളിച്ചു പറയുകയാണെങ്കിൽ വേദപുസ്തകം നമ്മോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെക്കാളെല്ലാം മുമ്പേ വ്യഭിചാരികളും ചുങ്കക്കാരും പാപികളും ഒക്കെ ദൈവരാജ്യത്തിൽ അവകാശികളായി തീരുമെന്നാണ് കർത്താവ് പറഞ്ഞതെങ്കിൽ, നീ ആത്മാവിൽ ദരിദ്രനാണെങ്കിൽ നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് ഏറ്റുപറ, കർത്താവേ ഞാൻ ആകേണ്ടവനായിട്ടില്ല, ഞാൻ തികഞ്ഞവനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൗലോസിനോട് പൗലോസ് പറയുന്നത്, ഞാൻ തികഞ്ഞവനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ നേടി എന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിന് വേണ്ടി ആറ്റുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ നാക്കിലേക്ക് ഓടുന്നു എന്നാണ് എന്നെ കൊണ്ട് പറഞ്ഞത്. ലഭ്യമാവുകയില്ല. നീതിയുള്ളവരായിരിക്കുന്നുവെങ്കിൽ, എന്നാൽ ആ ഭാവിയെ പോലെ കർത്താവേ നിന്റെ സന്നിധിയിൽ വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല, സ്വർഗത്തിലേക്ക് നോക്കുവാൻ എനിക്ക് അവകാശമില്ല. കർത്താവേ എങ്കിലും തകർക്കപ്പെട്ടവരായി ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി പോകുവാൻ കഴിയും. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഞാൻ നേടുന്നതിലെല്ലാം പതാരം കൊടുക്കുന്നു വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചേ. പരീശന്മാരുമായുള്ളവരെ ദൈവസന്നിധിയിൽ വന്നത് ദൈവത്തെ പഠിപ്പിക്കുന്ന പുള്ളിയാ. ദൈവം അവരെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കപടഭക്തിക്കാരനായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം. അടുത്ത വാക്യം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും. നിങ്ങള് ചതകുപ്പ, ജീരകം, തുളസി ഇവയിൽ ഏതൊക്കെ സാധനം നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല ഒരു മുളക് ചെടി വളർന്ന അതിന്റെ അകത്ത് മുളകുണ്ടായ പച്ചമുളകുണ്ടായ നിങ്ങൾ അതിന്റെ ദശാംശം എവിടെ കൊടുക്കും? ദൈവാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കും. അടുത്ത വാക്യം, ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ. നിങ്ങൾ കരുണ, ന്യായം, നീതി ഇങ്ങനെ ന്യായപ്രമാണത്തിൽ നീ ചെയ്യുന്ന ചെറിയ കാര്യത്തെക്കാൾ ഘനമേറിയ കാര്യങ്ങൾ നീ ത്യജിച്ചു കളയുകയും ചെയ്യും. അവിടെ നിനക്ക് എന്നാ കാര്യം? അയ്യോ കഷ്ടം. 13-ാം വാക്യം ഒന്ന് വായിച്ചു.
എങ്ങനെ അവർ ദശാംശം കൊണ്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദശാംശം കൊണ്ടുവന്ന് എവിടുന്നാ? വിധവമാരുടെ വീടൊക്കെ വിഴുങ്ങി, എന്നിട്ട് അതിന്റെ ദശാംശം കൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് ദൈവസന്നിധി വന്ന് എന്താ പറയുന്നേ? ഈ നിൽക്കുന്ന കള്ളനെ പോലെയല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട പോലെ ചെയ്യുന്നവനാണ്. എന്നിട്ട് അവനെ കുറിച്ച് യേശുദമ്പുരാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സ്വർഗരാജ്യത്തിന്റെ വാതിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അടയ്ക്കുന്നവൻ അവൻ തിന്നത്തുമില്ല, തീറ്റിക്കത്തുമില്ല. നോക്കൂ, നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സക്കായിയെ കുറിച്ച് നമുക്കറിയാം. സക്കായി ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരെ കുറിച്ച് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ലോകത്ത് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ചുങ്കക്കാരാണ്. എന്താ കാര്യം എന്നറിയാമോ? ഇവര് ചുങ്കം പിരിക്കുന്നത് ഈ റോമ ഗവൺമെന്റിന് വേണ്ടിയാണ്. ചുങ്കം പിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്നാണ് പിരിക്കുന്നത്. റോമ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നീ എത്ര പിരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, 10% ഞങ്ങൾക്ക് കിട്ടണം. അപ്പൊ ഈ ഗവൺമെന്റിന്റെ അധികാരം വെച്ചിട്ട് ഈ ചുങ്കക്കാരി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവൻ 30-40% പിരിച്ചെടുക്കുന്നത്. എന്നിട്ട് 10% ഈ റോമ ഗവൺമെന്റിന് കൊടുക്കുന്നിടത്തോളം ഇവന് നിയമത്തിന്റെ സംരക്ഷണമുണ്ട്. ആരെങ്കിലും ഒരുത്തം കൊടുത്തില്ലെങ്കിൽ ആദ്യത്തെ തവണ ചോദിക്കും, രണ്ടാമത്തെ തവണ ചോദിക്കാൻ വരുന്ന റോമൻ പടയാളികളാണ്. അപ്പൊ ഇവന് ഈ അധികാരം വെച്ചാ കളിക്കുന്നത്. അതുകൊണ്ട് ലോകത്ത് ആരോടെങ്കിലും യഹൂദന്മാർക്ക് വിരോധം ഉണ്ടെങ്കിൽ റോമ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നവരോടാണ് ഇവർക്ക് വിരോധം. എന്നാൽ അങ്ങനെ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി താമസിക്കുവാൻ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആഗ്രഹിച്ചു. എന്താ കാര്യമെന്നറിയാമോ? യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. നമ്മുടെ കർത്താവിന് സ്വയനീതിയുള്ള, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവരെ അല്ല അവൻ നോക്കുന്നത്. എല്ലാം ചെയ്യേണ്ടത് ചെയ്താലും ഞാൻ നിഷ്പ്രയോജന ഭൃത്യൻ മാത്രമാണ്. എന്റെ കർത്താവേ, നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ എനിക്ക് അവകാശമില്ല. നിന്റെ മുമ്പിൽ ഒന്നും എനിക്ക് പ്രത്യേകമായി അവകാശപ്പെടുവാനില്ല. ഞാൻ ആത്മാവിൽ ദരിദ്രനാണെന്ന് നീ ഏറ്റുപറയുവാൻ മനസ്സുള്ളവനാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി പോകും. അതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇന്ന് പോകാലം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവൻ. ആരാണെന്നറിയാമോ? അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ ആ മനുഷ്യൻ എത്ര തങ്കപ്പെട്ട മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അയാളുടെ ദാസൻ ദീനമായി കിടക്കുമ്പോഴാണ് യേശുവിനെ വിളിക്കുവാൻ അവൻ പറഞ്ഞതനുസരിച്ച് ചിലർ യേശുവിനെ വിളിക്കാനായിട്ട് പോയത്. യേശുവിനെ വിളിക്കാനായിട്ട് ഇവന്റെ പ്രതിപുരുഷന്മാരായിട്ട് പോയവര് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവൻ നല്ല മനുഷ്യനാണ്, മാത്രമല്ല നമ്മുടെ സമുദായക്കാർക്ക് വേണ്ടി അവനൊരു സിനഗോഗും സ്വന്തം പോക്കറ്റിലെ പൈസ കൊണ്ട് പണിയിച്ചു തന്നവനാണ്. നീ എല്ലാ വിധത്തിലും അവിടെ പോകുവാനും അവന്റെ ദാസനെ സൗഖ്യമാക്കുവാനും അവൻ അവകാശമുള്ളവനാണ്, അവൻ അതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞു. അല്ല, ആ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഇതൊക്കെ ചെയ്തെങ്കിലും കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ ഇതൊക്കെ ചെയ്തെങ്കിലും നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനാണ്. ദൈവത്തിന്റെ പൈതൃകത്തെ നോക്കാനും നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവരാജ്യം അടയ്ക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവ ശുദ്ധിയെ ചോദ്യം ചെയ്തിട്ട് നമ്മൾ അവരെക്കാൾ വിശുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണമോ? പെരുത്ത ഒരു മീൻകൂട്ടൻ ലഭ്യമായി കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കർത്താവേ,
ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നെ വിട്ടുപോകും. ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോഴല്ല അവനത് പറഞ്ഞത്, ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുമ്പോൾ പെരുത്ത മീൻകൂട്ടം ലഭ്യമാണ്. ഞാനാണ് ഇതിന്റെ മുഴുവൻ കാര്യക്കാരൻ എന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ ഞാൻ ആരാണ്? പാപിയായ മനുഷ്യൻ. വിശുദ്ധ പൗലോസ് പറഞ്ഞ കേൾക്കണോ? ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ് എന്നവൻ വിളിച്ചു പറയുവാനിടയാവും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞാനൊരു കഥ നിങ്ങളോട് പറയുന്നത് ശാന്തമായിട്ട്. ഒരു കഴുകൻ ഒരിക്കൽ പറന്ന് ഒരു കുളത്തിന്റെ സമീപത്ത് വന്നിരുന്നു. അതിന്റെ കരയ്ക്ക് ഒരു ആമ ഇരുന്ന് വിഷാദത്തോടുകൂടെ ആ ആമ ഇരിക്കുന്ന കാഴ്ച കണ്ട് ഈ കഴുകൻ ആമയോട് ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ആമ ആ കഴുകനോട് പറഞ്ഞു, നിനക്ക് എവിടൊക്കെ വേണമെങ്കിലും പറന്നു പോകാമല്ലോ, വിശ്വവിഹായസ് മുഴുവൻ നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുക. നീ എവിടെയൊക്കെ ആഗ്രഹിക്കുന്നുവോ അവിടെ എല്ലാം നിനക്ക് പറന്നു പോകുവാൻ കഴിയുമല്ലോ. എന്നെ നോക്കൂ, എൻ്റെ ഈ ശരീരം കൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. എനിക്ക് വേഗത്തിൽ നടക്കുവാൻ പോലും സാധ്യമല്ല. പറക്കുന്നതിനെ കുറിച്ച് എനിക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കഴുകൻ ഈ ആമയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇതിനു മുമ്പ് ഒരിക്കലും പറന്നിട്ടില്ലല്ലോ, നിന്നെ ഞാൻ പറത്താം എന്ന് പറഞ്ഞ് ഈ ആമയെ ഈ കഴുകൻ അതിൻ്റെ ആ കാലുകളുടെ വിരലുകൾക്കകത്ത് ഒതുക്കി മുകളിലേക്ക് പറന്നു. കുറേയേറെ പറന്നു കഴിഞ്ഞപ്പോൾ ഈ ആമ അതിൻ്റെ കൈകാലുകളെല്ലാം വെളിയിലിട്ട് ഇങ്ങനെ നീന്തുന്ന പോലെ കാണിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ കഴുകന്റെ ബാലൻസ് ഒന്ന് തെറ്റി. അപ്പോൾ കഴുകൻ പറഞ്ഞു, നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറക്കുകയാണ്. ഉടനെ കഴുകൻ പറഞ്ഞു, അല്ല, നിനക്ക് പറക്കാൻ സാധ്യമല്ല, അതിനുള്ള ഒരവയവവും നിനക്കില്ല, നീ എൻ്റെ വിരലുകൾക്കകത്ത, ഞാൻ പറക്കുന്നത് കൊണ്ടാണ് നീ പറക്കുന്നത്. അല്ലല്ല, ഞാൻ പറക്കുകയാണെന്ന് പറഞ്ഞു. ഈ കഴുകന്റെ ബാലൻസ് തെറ്റിയപ്പോൾ കഴുകൻ കാലൊന്നകത്തി ആമ നേരെ താഴേക്ക് പോയി. ഇന്ന് പോൽക്കാലം നീ നിൽക്കുകയല്ല, സർവശക്തനായ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. അത് നിന്റെ വിശുദ്ധിയുടെ കാഠിന്യം കൊണ്ട് നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി നിന്നെ പറക്കുവാൻ അവൻ അനുവദിക്കാൻ നമ്മുടെ കണ്ണുകളെ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ ധനികനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, എന്റെ മുമ്പിൽ ഇനി വിശേഷിച്ച് ഒരാവശ്യങ്ങളുമില്ല എന്ന് പറയുമ്പോൾ നീ ദരിദ്രൻ, നീ നഗ്നൻ, നീ ഒന്നുമില്ലാത്തവൻ എന്നാണ് പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപനം നീ വിലയ്ക്ക് വാങ്ങുവാൻ, നിന്റെ നഗ്നത പറയുവാൻ ദൈവത്തിന്റെ അങ്കി നീ എടുത്തണിയുവാൻ ഇന്ന് മകക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർക്ക് എന്ത് ലഭ്യമാകുന്നു? അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി. നമ്മൾ അവഗണിക്കപ്പെട്ട് കിടന്ന സ്ഥാനത്ത്, നമ്മളൊന്നിനും യോഗ്യതയില്ലാത്തവരായി കിടന്ന സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമ്മെ തേടിയെത്തി. അവൻ നമ്മെ കണ്ടെത്തിയല്ലോ, പറക്കുവാൻ അവൻ നമ്മെ പ്രാപ്തിയുള്ളവരാക്കിയല്ലോ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ തകർക്കപ്പെട്ട ഹൃദയം, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ തകർന്നും മുറുകിയുമുള്ള ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. ആകയാൽ ഇന്ന് പോൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന്, അഹങ്കാരത്തിന്റെ സ്വഭാവം എന്നിലുണ്ടോ എന്ന് നോക്കി, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തവരെ തള്ളിക്കളയുന്ന തെറ്റായ സ്വഭാവം എന്നിലുണ്ടോ എന്ന് നോക്കി, അതെല്ലാം മാറ്റപ്പെട്ട് ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തേണമേ കർത്താവേ. ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ നടത്തേണമേ എന്ന് പോൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ ഉയർത്തപ്പെട്ട ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഒരു